ഏറ്റുമാനൂർ മത്സ്യ മാർക്കറ്റ് മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 27 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നഗരസഭാ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം ബി.ജെ.പി. കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ഉദ്ഘാടനം ചെയ്യും. മത്സ്യ മാർക്കറ്റ് മൂലമുള്ള മലിനീകരണം ജനകീയ വിഷയമാണ്. ഇതിനൊരു തീരുമാനമാകാതെ സമരത്തിൽ നിന്നും പിന്തിരിയുകയില്ല. അടുത്ത ഘട്ടത്തിൽ പിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തുമെന്നും ബി.ജെ.പി. നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റുമാനൂർ നിവാസികളുടെ ഒരു ശാപമായിട്ട് മാറിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന മത്സ്യ മാർക്കറ്റ് അതാ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 27-ാം തീയതി അടുത്ത തിങ്കളാഴ്ച നമുക്ക് ഒരു ഉപവാസ സമരം നമ്മൾ പ്രഖ്യാപിച്ചേക്കുവാണ്. ഉപവാസ സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തുടങ്ങി വൈകിട്ട് 5 മണി വരെ ജനപ്രതിനിധികളും പാർട്ടിയുടെ ഭാരവാഹികളും ഉൾപ്പെടെ ഒരു ഏകദിന ഉപവാസ സമരം. ആ ഉപവാസ സമരം ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് നമ്മളൊരു സൂചന ഒരു ധർണ പോലെ അവിടെ നടത്തിയിട്ടുണ്ട്. അത് ഒരു വർഷം മുന്നേ നടത്തുന്നത്. അതിനൊന്നും നഗരസഭയുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിക്രമങ്ങളും അതിനുവേണ്ടി അവർ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറാകാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് മത്സ്യ മാർക്കറ്റ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഏകദിന ഉപവാസ സമരം നമ്മൾ നടത്തുകയും അധികാരികളുടെ ശ്രദ്ധ അതിനുവേണ്ടി ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് തുടർ നടപടിയിലേക്ക് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു പാർട്ടി ഏറ്റെടുത്തേക്കുന്ന ഇതൊരു ജനകീയ വിഷയം. അത് ഒരു അവസാനം കണ്ടിട്ട് അവസാനം കാണുന്നതിന് ഇതിന് തീരുമാനമാകാതെ പാർട്ടി വെക്കുന്ന പിന്മാറുന്ന പ്രശ്നമില്ല. ഇത് ആദ്യ ഉപവാസ സമരം ഇനി അടുത്തത് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്ന അങ്ങോട്ടൊരു പ്രകടനവും പിക്കറ്റിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ അതിന് മുമ്പ് ഒരു ചർച്ചയ്ക്ക് വിളിച്ചതിന് തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ മത്സ്യ മാർക്കറ്റുകൾ ഏറ്റുമാനൂർ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഏറ്റുമാനൂർ നിവാസികൾക്ക് ഉണ്ടാകുന്നത്. നമുക്ക് അറിയാം, രാത്രിയിൽ വരുന്ന ലോഡ് കണക്കിന് വണ്ടികൾ വരുന്നു. അത് ഇറക്കി വെക്കാൻ സ്ഥലമില്ലാതെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഇറക്കി വെക്കുന്നുണ്ട്. അതുപോലെ ആ റോഡ് മുഴുവൻ ഐസ് വെള്ളവും മീൻ വെള്ളവും വീണ് ദുർഗന്ധപൂരിതമാകുന്ന ഒരു അവസ്ഥയുണ്ട് വൈകുന്നേരങ്ങളിൽ. ഞങ്ങളതൊക്കെ നേരിട്ട് കാണുന്ന. അത് കഴിഞ്ഞ് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ നഗരസഭയുടെ ഒരാൾക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിവ്. അവർ വന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നു മാത്രം. ഇത് ആ സമയത്ത് തന്നെ അനേകം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആ ബസ് സ്റ്റാൻഡിൽ വരികയും ബസ് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥ ഉണ്ട്. ആ സമയം അവിടുത്തെ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുകയില്ലാത്ത ദുർഗന്ധമാണ്. ഈ മത്സ്യ മാർക്കറ്റ് ചെറുകിട വ്യാപാരികളെല്ലാം അവിടെ നിന്ന് പോയി. റീറ്റെയിൽ മാർക്കറ്റ് ഇല്ല, 1-2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ഇത് ഹോൾസെയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അത് ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡ് നടത്തണമെന്ന് വാശി പിടിച്ച് നടത്തുന്നതിൻ്റെ അർത്ഥമില്ല. ഇതെങ്ങോട്ടെങ്കിലും മാറ്റി സ്ഥാപിക്കേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഈ മത്സ്യ മാർക്കറ്റ് വെച്ചിട്ട് പൊതുജനങ്ങൾക്ക് ആരോഗ്യത്തിന് ഹാനി വരുന്ന രീതിയിലുള്ള പ്രവർത്തനം മാറ്റിക്കൊണ്ട് ഇത് എവിടെന്നെങ്കിലും സൗകര്യപ്രദമായ രീതിയിലേക്ക് അവർ മാറ്റണം. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യപ്പെടുന്നത്. മത്സ്യ മാർക്കറ്റിൽ നിന്നുള്ള മലിനീകരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. 100 കണക്കിന് യാത്രക്കാരുടെ ആശ്രയമായ ബസ് സ്റ്റാൻഡിനുള്ളിലാണ് മീൻപെട്ടികൾ ഇറക്കി വയ്ക്കുന്നത്. പരിസരമാകെ അതീവ ദുർഗന്ധമാണ്. വല്ലപ്പോഴും വെള്ളമൊഴിച്ച് കഴുകുക മാത്രമാണ് നഗരസഭ ചെയ്യുന്നത്. മത്സ്യ മാർക്കറ്റിന് അനുയോജ്യമായ സ്ഥലം നഗരസഭ തന്നെ കണ്ടെത്തി സീവേജ് പ്ലാന്റോടുകൂടി നിർമ്മിക്കണമെന്ന് കൗൺസിലർ ഉഷ സുരേഷ് പറഞ്ഞു. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണവീഴ്ചയ്ക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊന്നും ചെയ്യാത്തതിനെതിരെയും ജനങ്ങൾക്കത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഇപ്പം സമരരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള ജനങ്ങളുടെ പൊതുജനാരോഗ്യം, പൊതുമുതൽ വിനിയോഗം, പരിസ്ഥിതി സംരക്ഷണം, സുതാര്യമായ ഒരു ഭരണം ഇവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ ഇതിനൊന്നും ഒരു യഥാർത്ഥ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാത്ത രീതിയിലാണ് നഗരസഭ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പം ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുകയും 27-ാം തീയതി ഒരു സമര പരിപാടിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വന്നിരിക്കുന്നത്. അതിൽ
പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഏറ്റുമാനൂർ നഗരസഭയുടെ സമീപത്ത് തന്നെയുള്ള മത്സ്യ മാർക്കറ്റ്. ഈ മത്സ്യ മാർക്കറ്റ് കൊണ്ട് അതിലെ പോകുന്ന ജനങ്ങൾക്ക് മൂക്ക് പൊത്തി പോകാതെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അത്രമാത്രം ചീഞ്ഞു നാറിയാണ് ആ മത്സ്യ മാർക്കറ്റ് അവിടെ കിടക്കുന്നത്. ശരിക്കും ഒരു നഗരസഭയോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഒരു മത്സ്യ മാർക്കറ്റ് നടത്തുകയാണെങ്കിൽ അവിടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഒരു അത്യാവശ്യകത തന്നെയുണ്ട്. എന്നാൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ നിലവിൽ ഇതുവരെ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുകയോ അതിൽ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും തന്നെ നടത്തുകയോ ചെയ്തിട്ടില്ല. മത്സ്യത്തിന്റെ മാലിന്യങ്ങളും അതുപോലെ തന്നെ ജല മാലിന്യങ്ങളുമായിട്ടുള്ള ഇതെല്ലാം ഓടയിലേക്ക് ഒഴുക്കുകയും ഓട തന്നെ ഒരു ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഓടയല്ല. ഈ ഓടയിലൂടെ ഒഴുകി പോകുന്ന ഈ മത്സ്യ വിസർജ്യങ്ങളും അതുപോലെ തന്നെ ഈ മലിനീകരണമായിട്ടുള്ള ജലങ്ങളും എല്ലാം ചെറുവാണ്ടൂർ പാടശേഖരത്തിൽ എത്തുകയും അതുപോലെ തന്നെ അവിടെ നിന്നും ഇത് മീനച്ചിലാറ്റിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും മീനച്ചിലാറ്റിന്റെ തീരത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യപരമായ ഒരു ആരോഗ്യത്തിന് ഹാനികരമായ ഒരു രീതിയിലേക്കാണ് ഈ മത്സ്യ മാർക്കറ്റ് കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റുമാനൂർ ചരിത്രപ്രധാനമായ മഹാദേവ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രപ്രധാനമായ നമ്മുടെ ചിറക്കുളത്തിന്റെ ആ ചിറക്കുളം പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ടതിന് പകരം ഈ മത്സ്യ മാർക്കറ്റിൽ നിന്ന് വരുന്ന മുഴുവൻ മലിനജലങ്ങളും ആ ചിറക്കുളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരിസരങ്ങളിലുള്ള ഓടകളിൽ ഹോട്ടലുകളിൽ നിന്നുള്ള ഓടകളും ഈ ചിറക്കുളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പൊ ഈ മത്സ്യ മാർക്കറ്റ് അവിടെ നിന്ന് മാറ്റിയാൽ തന്നെ ആരോഗ്യപരമായ കുറെ കാര്യങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് 27-ാം തീയതി ഒരു ജനകീയ സമരമായിട്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഒരു സമരം മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ മത്സ്യ മാർക്കറ്റിൽ നിന്നുള്ള മലിനവെള്ളം ഓടയിലൂടെ ഒഴുകി ചെറുവാണ്ടൂർ പാടശേഖരത്തെത്തി അവിടെ നിന്നും മീനച്ചിലാറ്റിൽ പതിക്കുകയാണ്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നഗരസഭയാകട്ടെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഉഷ സുരേഷ് പറഞ്ഞു. BJP മുനിസിപ്പൽ പ്രസിഡന്റ് KV സാബു, മണ്ഡലം പ്രസിഡന്റ് സനീഷ് ഗോപി, നഗരസഭാ കൗൺസിലർ ഉഷ സുരേഷ്, മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.